മെട്രിക്സിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ദ ഫോളോവിങ് മെട്രിക്സസ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 1 -1 2 3. ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പി പ്ലസ് ക്യൂ കാണുമ്പോൾ എന്തെന്ന് കിട്ടണം? എ എന്ന, അതായത് തിരിച്ച് ആ മെട്രിക്സ് തന്നെ നമുക്ക് തിരിച്ചിടണം. അങ്ങനെയാണെങ്കിൽ പി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുക. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതാം. എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയിനെ കോളമാക്കി മാറ്റുന്നു. 1 -1 2 3 അങ്ങനെ റോയിനെ കോളമാക്കി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യാം. 1 + 1 എന്ത് വരും? 2 വരും. -1 + 2 + 1 വരും. 2 + -1 1 വരും. 3 + 3 എന്ത് കിട്ടും? നമുക്ക് 6 കിട്ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 കാണാം. അതിനു വേണ്ടി നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാം. 1 - 1 0, -1 -2 എന്ന് പറയുന്നത് -3 വരും. 2 - -1 എന്ന് പറയുന്നത് 3 വരും. ദെൻ 3 + 3 - 3 = 0 വരും. ഡിവൈഡഡ് ബൈ 2 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യാം. പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു, അതായത് 2 1 1 6 ബൈ 2 പ്ലസ് 0 - 3 3 0 ബൈ 2 ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ 2 + 0 2, 1 + -3 -2, 1 + 3 4, 6 + 0 6 ബൈ, ഇവരുടെ രണ്ടുപേരെയും കോമൺ ഡിനോമിനേറ്റർ 2 ആണ്, അതുകൊണ്ട് 2 എന്ന് കൊടുത്തു. 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2/2 1, -2/2 -1, 4/2 2, 6/2 3. അതായത് തിരിച്ച് നമുക്ക് ഏത് തന്നെയാണ് ഗിവൺ മെട്രിക്സ്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കിട്ടി.